إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ ശ്രദ്ധിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും അവന്റെ വിധി വിലക്കുകളും ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പുലർത്തി പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരും ഉപദേശിക്കുകയാണ് അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. ഹിജ്റ വർഷം 1446 നിന്ന് 1447 വഴിമാറുകയാണ്. നമ്മുടെ വീടുകളിലെ കലണ്ടറുകൾ നമ്മൾ മാറ്റി സ്ഥാപിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസികളുടെ മിമ്പറുകൾ ചില കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹിജ്റ. അതിൻ്റെ ചരിത്രമുണ്ട്. ആ ഹിജ്റയിൽ വിശ്വാസികൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഉലമാക്കൾ ഒരു പുതുവർഷത്തിന്റെ ആരംഭത്തിൽ സംസാരിക്കുന്ന മറ്റൊരു കാര്യമാണ് നാം ഓരോരുത്തരും ഒന്നുകൂടി മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഹിജ്റ വർഷത്തിന്റെ തുടക്കമായ മുഹറം മാസത്തിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ മിമ്പർ സംസാരിക്കേണ്ടത്. വളരെ സങ്കടകരമായ ഒരു കാര്യം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ സമൂഹത്തിൽ ദിനേന എന്നോണം കണ്ടുവരുന്നത് ജൂദായിസത്തിന്റെ സ്വാധീനമാണ്. പ്രത്യേകിച്ച് ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളിലേക്ക് ജൂദായിസം എത്രമാത്രം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈമാനുള്ള, ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സ് വേദനിക്കുന്ന ചില വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. മാണിയൂരിലെ ഒരു ഉസ്താദിന്റെ മരണവും ആ മരണാനന്തരം ആ മനുഷ്യന് വേണ്ടി നിർമ്മിക്കുന്ന ജാറവുമാണ് ഇന്ന് വിശ്വാസികളുടെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്നത്. കാരണം അതിൽ ദീർഘവീക്ഷണത്തോടുകൂടി കാണുന്ന ഏതൊരാൾക്കും ഒരുപാട് നിഗൂഢതകൾ അതിൽ ഒളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. കാരണം ആ ഖബർ, ആ മഖ്ബറ കെട്ടിപ്പടുക്കുന്ന രീതിയെ സംബന്ധിച്ച് അതിൽ ഈ ഉമ്മത്തികൾക്ക് വലിയൊരു ചതിവുണ്ട്. കാരണം സഹോദരങ്ങളെ,
നമ്മുടെ പൂർവികരായ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. പ്രവാചകന് ശേഷം സഹാബികൾ, അതുപോലെ തന്നെ താബീങ്ങൾ, തബഉ താബീങ്ങൾ, അഇമ്മത്തിന്റെ പണ്ഡിതന്മാർ, തഫ്സീറിന്റെ ഉലമാക്കൾ, മുഹദ്ദിസുകൾ, ഈ സമൂഹത്തിന് നേതൃത്വം നൽകിയ ഒരുപാട് പണ്ഡിതന്മാർ ഈ സമൂഹത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. വിശ്വാസികളെ, ഈ മരിച്ചുപോയ ഈ സമൂഹത്തിന് പൊതുവത്തായി മാതൃകയായി ജീവിച്ച എത്ര പണ്ഡിതന്മാർക്കാണ് ജാറ നിർമ്മിച്ചിട്ടുള്ളത്? ഒന്ന്. രണ്ടാമത്തേത്, എത്ര പണ്ഡിതന്മാരെയാണ് മരിച്ച സ്വന്തം വീട്ടിൽ അടക്കിയിട്ടുള്ളത്? മദീനത്ത് പോയാൽ പരിചയമുള്ള ആളുകൾക്കറിയാം, ബഖീഉൽ ഗർഖദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബികളെ, അതിൽ ശുഹദാക്കളെ, അതുപോലെ തന്നെ പ്രവാചകന്റെ പത്നിമാരെ, പ്രവാചകന്റെ പേരക്കുട്ടികളെ, അതിനുശേഷം വന്ന താബീങ്ങളെ, തബഉ താബീങ്ങളെ, ഒരുപാട് ആളുകളെ അടക്കം ചെയ്തിട്ടുള്ള ബഖീഉൽ ഗർഖദ് കണ്ടിട്ടില്ലാത്ത ആളുകൾ കുറവായിരിക്കും. അവരാരും മരിച്ച വീട്ടിൽ ഖബറടക്കാൻ ശ്രമിച്ചിട്ടില്ല. ആർക്കും അത് വസിയത്തായി നൽകിയിട്ടില്ല. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചൊരു കാര്യം ഖബർസ്ഥാനം സിയാറത്ത് ചെയ്യാനാണ്. മരിച്ചു കിടക്കുന്ന ആളുകളെ വീട്ടിൽ മറവ് ചെയ്ത വീട് സന്ദർശിക്കാനല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ ഉപദേശിച്ചിട്ടുള്ളത്. മറിച്ച് വിശ്വാസികൾക്ക് ഒരു പൊതു ശ്മശാനം ഉണ്ടാകും. അവിടെ സ്ഥാനവ്യത്യാസങ്ങളില്ല. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ ധനാഢ്യനാണെങ്കിലും, ഏതൊരു സാധാരണക്കാരാണെങ്കിലും മുസ്ലിങ്ങളുടെ പൊതു ശ്മശാനത്തിലാണ് അവരെ മറവ് ചെയ്യേണ്ടത്. അതാണ് ഇസ്ലാമികമായ രീതി. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ പൂർവികർക്ക് പരിചയമില്ലാത്ത, നമ്മുടെ മുൻഗാമികൾക്ക് അറിവ് പോലുമില്ലാത്ത ഒരുപാട് ആചാരങ്ങൾ ജൂഡായിസത്തിന്റെ പേരിൽ ഉമ്മത്തിലേക്ക് കടത്തിക്കൊണ്ടുവരികയാണ്. കാരണം ഇതിന്റെ പിന്നിൽ ഒരു ചതിവുണ്ട് എന്ന് പറയാനുള്ള ഒരു കാരണം, അത് ചിലപ്പോ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളായിരിക്കുകയില്ല അനുഭവിക്കുന്നത്. മരിച്ചു വരാനിരിക്കുന്ന ഒരു സമൂഹത്തിന് ഒരു ദുസ്സൂചനയുണ്ട് അതിൽ. കാരണം ആ വ്യക്തിയുടെ ജനാസ മറവ് ചെയ്തത് അദ്ദേഹം കിടന്നിരുന്ന അതേ സ്ഥലത്താണ്. ഇത് എന്തിലേക്ക് ചേർത്തി പറയാമോ നിങ്ങൾക്കറിയോ? കാരണം പ്രവാചകന്മാർ മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ അവർ മരിച്ചത് അവിടെ തന്നെ അവരുടെ ജനാസയെ സംസ്കരിക്കണമെന്നുള്ള ആ ഒരു സൂചനയിലേക്ക് പിൻതലമുറക്കാർക്കുള്ള ഒരു ദുസ്സൂചനയാണ്. ഇതാണ് ഇതിന്റെ പിന്നിൽ ഈ ഉമ്മത്തികൾക്ക് ഒരു ചതിവുണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഈ രീതി നമുക്ക് മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത രീതിയാണ്. ആകെ ഉള്ളത് ഇസ്ലാമിക ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുകയും റസൂലിന്റെ ജനാസ എവിടെ സംസ്കരിക്കണമെന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ സന്ദർഭത്തിലാണ് അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് സ്വഹാബത്ത് കേൾക്കുന്നത്. എവിടെയാണോ പ്രവാചകന്മാർ മരിച്ചത് അവിടെ തന്നെ ആയിരിക്കണം പ്രവാചകന്മാരെ മറവ് ചെയ്യേണ്ടത്. അതിനുശേഷം അന്നത്തെ സഹാബികളുടെ ഇജ്മാ പ്രകാരം അതേ വീട്ടിൽ 2 മയ്യത്ത് കൂടി മറവ് ചെയ്തു. അതാരുമല്ല, നമുക്ക് അറിയുന്നത് പോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല, ഈ 2 പേരുടേതാണ്. അതല്ലാതെ ഇസ്ലാമിക ലോകത്ത് നാം അറിയുന്നത് പോലെ കഴിഞ്ഞ കാലങ്ങളിൽ സൗദി അറേബ്യയിലെ തലയെടുപ്പുള്ള വലിയ പണ്ഡിതന്മാർ മരിച്ചുപോയി. എവിടെയാണ് അവരെ മറവ് ചെയ്തത്? പൊതു ശ്മശാനത്താണ്. അതേപോലെ തന്നെ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയ അയിമ്മത്തിന്റെ ഉലമാക്കൾ അവരെവിടെയാണ് മറവ് ചെയ്യപ്പെട്ടത്? എല്ലാവരെയും പൊതു ശ്മശാനത്തിലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ ആചാരത്തിന് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ വലിയൊരു ചതിവുണ്ട്. സഹോദരങ്ങളെ, മരണം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ദൗർബല്യമാണ് വിളിച്ചറിയിക്കുന്നത്, അല്ലെ? മരണം എന്നുള്ളത് മനുഷ്യൻ ദുർബലനാണ് എന്നുള്ളത് വലിയൊരു സന്ദേശമാണ് മരണത്തിന്. അത് ആഘോഷിക്കാനുള്ളതല്ല.
വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, നിങ്ങളുടെ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല? വഅൻതും ഹീനഇസിൻ തൻദുറൂൻ, നിങ്ങളത് നോക്കി കാണുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, തർജിഊനഹ ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഞാനത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്ന റൂഹിനെ, ആത്മാവിനെ പറ്റുമെങ്കിൽ നിങ്ങൾ പിടിച്ചു വെക്കും എന്ന് പറഞ്ഞാൽ, വിശ്വാസികളെ, മരണമെന്നുള്ളത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊരു സൂചന മനുഷ്യൻ ദുർബലനാണ്, മരണത്തിന് മുമ്പിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള ആ ഒരു സന്ദേശത്തിനപ്പുറത്ത് ഇത് വലിയൊരു ആഘോഷമായി, ഇത് വലിയൊരു കച്ചവടത്തിന്റെ മേഖലയായി, വിശ്വാസികളുടെ വിശ്വാസം അത് ചൂഷണത്തിന്റെ ഉപാധിയാക്കി മാറ്റാനുള്ള ഒരു മാർഗമായി ചിലർ മരണത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഖബർ അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയവുമില്ല. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള വിഷയമാണ്. ഈ ഖബർ കെട്ടിപ്പടുക്കലുമായി ബന്ധപ്പെട്ട് ഇതേ മിമ്പറിൽ തന്നെ 2-ൽ കൂടുതൽ തവണ സംസാരിച്ചിട്ടുണ്ട്. ഖബർ കെട്ടിപ്പടുക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുബന അലൽ ഖബർ, റസൂലുള്ളാഹി ഖബറിന്റെ മേൽ എടുപ്പുണ്ടാക്കുന്നതിനെ വിരോധിച്ചിട്ടുണ്ട്. ഔ യുസാദ അലൈ, ഉള്ള ഖബറിനെ വർദ്ധിപ്പിക്കുന്നതിനെ, ഔ യുജസ്സസ, ആ ഖബറിൽ കുമ്മായമിട്ട് തേക്കുന്നതിനെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്വഹീഹായ ഹദീസാണ്. പലപ്പോഴും ഇതിനെ ന്യായീകരിക്കുന്ന ചില മുസ്ലിയാക്കന്മാർ പറയാറുള്ളത് അത് സാധാരണക്കാരന്റെ ഖബറിനെ സംബന്ധിച്ചാണ്. ചില ആളുകൾ പറഞ്ഞു അത് മുസ്ലിങ്ങളുടെ ഖബറിനെ കുറിച്ചല്ല. സഹോദരങ്ങളെ, ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും അതുപോലെ തന്നെ മുശ്രിക്കിന്റെയും ഖബർ എങ്ങനെയായാലും അല്ലാഹുവിന്റെ റസൂലിന് എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന്റെ ഖബർ എങ്ങനെയായിരിക്കണം എന്നാണ് പഠിപ്പിച്ചത്. അവിടെ സാധാരണക്കാരൻ പണ്ഡിതന്മാരിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ വേർതിരിച്ച് പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ സഹാബത്തിന്റെ നിലപാട് വളരെ കൃത്യമാണ്. അത് മദീനത്ത് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും അവർ യാത്രയിലാണെങ്കിലും ഈ വിഷയത്തിലുള്ള അവരുടെ നിലപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫമാബത്ത് ബിൻ ശുഫൈ റളിയല്ലാഹു തആല പറയാണ്, ഖാല കുന്നാ മഅ ഫളാലത്ത് ബിൻ ഉബൈദ്, ഫളാലത്ത് ബിൻ ഉബൈദ് എന്ന് പറയുന്ന സ്വഹാബിയോടൊപ്പം ഫമാബത്ത് ബിൻ ശുഫൈ റളിയല്ലാഹു തആല ഒരു യാത്ര പോയി. റോമിലേക്കായിരുന്നു യാത്ര. ആ യാത്രയിൽ ഉണ്ടായ സംഭവം, ഫതുവഫിയ സാഹിബുൽ ലനാ, ആ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ ആ യാത്രയിൽ മരണപ്പെട്ടു. ആ സന്ദർഭത്തിൽ ആ സഹോദരനെ റൂമിൽ മറവ് ചെയ്യുകയും ആ മറവ് ചെയ്യാൻ ഖബർ നിരപ്പാക്കി ചെറിയ രീതിയിൽ മറവ് ചെയ്യാൻ ഞങ്ങളോട് കൽപ്പിച്ചു എന്ന് ശുമാമത്ത് ബിൻ സുഫൈ റളിയല്ലാഹു തആല പറയാം. എന്നിട്ട് ثم قال അവിടുന്ന് പറഞ്ഞു, سمعت رسول الله صلى الله عليه وسلم يأمر بتسميتها, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ ഖബർ അത് നിരപ്പാക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചു എന്ന് ആ സന്ദർഭത്തിൽ പറഞ്ഞു. വിശ്വാസികളെ, ഇതാണ് ദീൻ, ഇതാണ് മുസ്ലിങ്ങൾ കൊണ്ട് നടക്കേണ്ട ദീൻ എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഈ പറയുന്ന ആളുകൾ, ഈ ഖബർ കെട്ടിപ്പടുക്കുന്ന ആളുകൾ, ഇന്ന് മരിച്ച അതേ റൂമിൽ ഖബർ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവര് പേരിൽ പറയുന്നത് ഷാഫിയാക്കളെന്നാണ്, അല്ലെ? ഒരിക്കലും സഹോദരങ്ങളെ, അവർ ഷാഫി മദ്ഹബുകാരല്ല. യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബുകാരെന്ന് പറഞ്ഞവർ നമ്മളെ, കാരണം നമ്മളെ കുറിച്ച് പറയുന്നത് അവർ മദ്ഹബ് അംഗീകരിക്കാത്തവരെന്നാണ്, അല്ലെ? നാലാളുകൾ മദ്ഹബ് അംഗീകരിക്കാത്തവൻ ഷാഫി മദ്ഹബിന്റെ വീക്ഷണപ്രകാരം വാലാണ്, മുകില്ല, അല്ലെ? നാലാളുകൾ മദ്ഹബ് സ്വീകരിച്ചില്ല എങ്കിൽ അവൻ സ്വയം പിഴച്ചവനും മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവനുമാണ്. എങ്കിൽ സഹോദരങ്ങളെ ചോദിക്കട്ടെ, ഈ ചെയ്യുന്ന പരിപാടികൾക്ക് ഷാഫി മദ്ഹബിന്റെ എന്ത് തെളിവാണുള്ളത്? നിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കണം. ഈ കിതാബുകൾ ഉസ്താദുമാരോട് വായിക്കാൻ പറയണം. പറ്റുമെങ്കിൽ ഈ വാക്കുകൾ ഉസ്താദുമാരോട് ഏറ്റു പറയണം. ഈ ചെയ്യുന്ന പ്രവർത്തികൾക്ക്
ഷാഫി മദ്ഹബിൽ എന്താണ് തെളിവുള്ളത്? ഇമാം ഷാഫിയുടെ പ്രസിദ്ധ ഗ്രന്ഥം എല്ലാ മുസ്ലിം ലോകത്തിനും പരിചയമുള്ളതാണ്, അല്ലും എന്ന ഗ്രന്ഥം. ആ അല്ലും എന്ന ഗ്രന്ഥത്തിൽ കിതാബുൽ ജനായിസ് എന്നൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളുടെ മഹല്ലുകളിലെ ഉസ്താദുമാരോട് നിങ്ങൾ ചെല്ലണം, ഉസ്താദെ അല്ലും എന്നൊരു ഗ്രന്ഥമില്ലേ, ആ ഗ്രന്ഥത്തിൽ കിതാബുൽ ജനായിസ് എന്നൊരു അധ്യായമില്ലേ ഉസ്താദെ, കുട്ടികൾ കൂടിയിരിക്കണം, യുവാക്കൾ കൂടിയിരിക്കണം, എന്നിട്ട് ഉസ്താദിനോട് അല്ലുമ്മയിലെ കിതാബുൽ ജനായിസ് വായിപ്പിക്കണം. അവിടെ കാണാൻ സാധിക്കും ഇമാം ഷാഫി റഹിമഹുല്ലാഹി പറയുകയാണ്, വയുസദ്ദഹുൽ ഖബറു, ഖബറിന്റെ മുകൾ ഭാഗം നിറപ്പാക്കണം. എന്നിട്ട് അവിടുന്ന് വെറുതെ പറഞ്ഞതല്ല, ഇമാം ഷാഫി പറയാണ്, വകദാലിക ബലഗനാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സംഗതി അഥവാ ഖബർ അത് നിറപ്പാക്കാനുള്ള ആ ഒരു കാര്യം, ആ ഒരു വിവരം എനിക്ക് വന്നു കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. കാരണം അന്നഹു സത്തഹ ഖബറ ഇബ്രാഹിം ഇബ്നി, സ്വന്തം മകൻ ഇബ്രാഹിം അലൈഹിസ്സലാം മരിച്ച സംഭവത്തിൽ സഹാബികൾ കാണുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകനെ മറവ് ചെയ്തത് ഇപ്രകാരമാണ്, ആ പ്രദേശത്തുള്ള ചിരൽക്കല്ലുകൾ ആ ഖബറിന്റെ മേൽ നിരത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് കിതാബുൽ ജനായിസ് സംസാരിക്കുകയാണ്, ഒരിക്കലും ഖബർ കൂന പോലെയാക്കാൻ പാടില്ല. കാരണം കൂന പോലെ ആക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന രൂപത്തിൽ ചരൽക്കല്ലുകൾ അതിന്റെ മേലെ നിലനിൽക്കുകയില്ലല്ലോ. അതുകൊണ്ട് ആ ഖബറിന്റെ പുറംഭാഗം അത് നിരപ്പാക്കണം. എന്നിട്ട് ഒരു ചർച്ച, നാട്ടിലുള്ള ചർച്ച, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയാണ്, ചില ആളുകൾ പറയുന്നുണ്ട് ഖബർ അത് കൂർപ്പിക്കണമെന്ന് ചില ആളുകൾ പറയുന്നു. പക്ഷേ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, വമഖ്ബറത്തുൽ മുഹാജിരീന, മുഹാജിറുകളായ സഹാബികളുടെ ഖബറുകൾ, വൽ അൻസാർ, അതുപോലെ തന്നെ മദീനത്തുണ്ടായിരുന്ന അൻസാരികളുടെ ഖബർ, ഇൻദനാ മുസത്തഉൽ ഖുബൂറുഹാ, അവരുടെ ഖബറുകളൊക്കെ ആരുടെ ഖബർ? സഹാബികളായ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഖബറുകൾ നിരപ്പാക്കിയതായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് സഹോദരങ്ങളെ പറയുകയാണ്. എന്ന് മാത്രമല്ല, ഏകദേശം ഒരു ചാൺ മാത്രമാണ് ഭൂമിയിൽ നിന്ന് ഖബർ ഉയർത്താൻ പാടുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇക്കാര്യം അഥവാ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു ചാൺ മാത്രമേ ഖബർ ഉയർത്താൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുന്ന കാര്യം അത് എനിക്ക് വന്നു കിട്ടിയത് എവിടെ നിന്നറിയോ? അനിൽ ഖാസിം ഇബ്നു മുഹമ്മദ്, ഖാസിം ഇബ്നു മുഹമ്മദ് എന്നവരിൽ നിന്നാണ്. ആരാ ഖാസിം ഇബ്നു മുഹമ്മദ് അറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ്. എന്നിട്ട് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഈ പറയുന്ന അഥവാ ഖാസിം ഇബ്നു മുഹമ്മദ് എന്ന താബി പറയാണ്, റഅയ്തു ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ വ്യക്തമായി നിങ്ങൾ കേൾക്കണം, ഇത് കിതാബുൽ ജനായിസിലെ ഉള്ളിലുണ്ട്, ഉസ്താദുമാരെ കൊണ്ട് നിങ്ങൾ വായിപ്പിക്കണം. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, റഅയ്തു, ഖാസിം ഇബ്നു മുഹമ്മദ് പറയുകയാണ്, റഅയ്തു, ഞാൻ കണ്ടു, ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കർ വഉമർ മുസത്തഹതൻ, അല്ലാഹുവിന്റെ റസൂലിന്റെയും അതുപോലെ തന്നെ അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവരുടെ ഖബറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ? മുസത്തഹതൻ, അതിന്റെ മുകൾ ഭാഗം നിരപ്പാക്കിയിട്ട്. ചില റിവായത്തുകളിൽ ഞാൻ ഉമ്മയോട് അടുത്ത് ചെന്നു, ആയിഷയുടെ അടുത്ത് ചെന്നു, എന്നിട്ട് അവിടുന്ന് ഞാൻ അവരോട് ചോദിച്ചു, ഉമ്മ, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെയും രണ്ട് സാഹിബികളുടെ ഖബർ എനിക്ക് കാണിച്ചു തരുമോ? അന്നേരം അവിടുന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി ആയിഷ ഉമ്മാവിനെ നീക്കി തന്നു. ആ വിരി നീക്കി തന്ന സന്ദർഭത്തിൽ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെയും ഈ രണ്ട് സഹാബികളുടെയും ഖബർ ഞാൻ കണ്ടത് മുസത്തഹതൻ, അതിന്റെ മുകൾ ഭാഗം നിരപ്പാക്കിയ രീതിയിലാണ്. അതുപോലെ തന്നെ മുഖ്തസർ മുസ്നി അറിയാലോ, ഇമാം ഷാഫി റഹിമഹുല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. അതിലെ കിതാബുൽ ജനായിസിൽ ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട് ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. അവിടുന്ന് പറഞ്ഞെന്നറിയോ? ഖബർ ഭൂമിയുടെ വിധാനത്തിൽ നിന്ന് ഒരു ചാൺ മാത്രം ഉയർത്തണം. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, അതിനേക്കാൾ ഉയരാതിരിക്കാൻ ഖബറിൽ നിന്ന് നീക്കിയ മണ്ണല്ലാതെ മറ്റു പുറത്തു നിന്നുള്ള മണ്ണുകൾ ആ ഖബറിലേക്ക് ചേർക്കാൻ പാടില്ല. കാരണം ഈ ഖബറിൽ നിന്നെടുത്ത മണ്ണല്ലാതെ മറ്റു മണ്ണുകൾ ഈ ഖബറിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ആ ഖബറിന് ഉയരം കൂടി പോകും. അതുകൊണ്ട്
ഒരു ചാൺ മാത്രമായിരിക്കണം ഖബറെന്ന് ഷാഫിയാക്കൾ എന്ന് പറയുന്ന ഇവരുടെ നേതാവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇമാം ഷാഫി റഹിമഹുല്ലാഹ് നമ്മുടെ നേതാവാണ്. കാരണം എന്താണെന്നറിയോ സഹോദരങ്ങളെ, അവർ പറയുന്നത് ഈ പറഞ്ഞ രൂപത്തിൽ നാലാറ് മദ്ഹബ് സ്വീകരിക്കാത്ത ഭാഗമാണ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ, 4 മദ്ഹബ് പിൻപറ്റണം എന്നുള്ളതാണ്. ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചു വന്നാൽ 4 അയിമ്മത്തിന്റെ ഇമാമികൾ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കണം. ഈ വിഷയത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നത് പോലെയാണ് നമ്മൾ പറയുന്നത്. കാരണം ഇമാം ഷാഫിയുടെ മദ്ഹബ് ഖബർ കെട്ടിക്കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ തീർന്നിട്ടില്ല. ആരാണ് ഇമാം നവവി? ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളുടെ നാട്ടിലെ ഉസ്താദുമാർ നിങ്ങളെ ചോദിക്കണം. എല്ലാ പള്ളികളിലും സഹോദരങ്ങളെ ഈ കിതാബുകൾ ഉണ്ടാകും. അവിടെ ഇമാം നവവി റഹിമഹുല്ലാഹ് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന തന്റെ പ്രഥമ ശിഷ്യനാണ്. ഇമാം ഷാഫിയുടെ പ്രഥമ ശിഷ്യനാണ് ഇമാം നവവി റഹിമഹുല്ലാഹ്. അവിടുന്ന് പറഞ്ഞെന്നറിയോ, ഫീഹി അന്ന സുന്ന, ഈ ഖബറിന്റെ വിഷയത്തിൽ സുന്നത്ത് എന്താണെന്നറിയോ, അന്നൽ ഖബറ, നിശ്ചയം ഖബർ ലാ യുർഫഉ അലൽ അർദി റഫ്അൻ കസീറൻ, ഭൂമിയിൽ നിന്ന് കൂടുതൽ ഉയർത്താതിരിക്കലാണ് സുന്നത്ത്. വലാ യുസന്നമു, ഒരിക്കലും ഖബർ അത് തസ്ലീം ചെയ്യാൻ പാടില്ല, കൂർപ്പിക്കാൻ പാടില്ല. ബൽ യുർഫഉ നഹ്വ ശിബ്രിൻ വയുസത്ത, ഭൂമിയിൽ നിന്ന് ഏകദേശം 1 ചാൺ ഉയർത്തുകയും എന്നിട്ട് ഖബറിന്റെ മേലെന്ത് ചെയ്യണം, നിരപ്പാക്കണം, അത് കൂർപ്പിക്കാൻ പാടില്ല. എന്നിട്ട് ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു കാര്യം സഹോദരങ്ങളെ ഒന്നുകൂടി നിങ്ങൾ കേൾക്കുക. ഇദ്ദേഹം പറഞ്ഞതിന് ശബ്ദം പറയാണ്, വഹാദാ മദ്ഹബു ശാഫിഈ വമൻ മഅഹു വമൻ വാഫഖഹു, ഇതാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹുടെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പഠിപ്പിച്ചത് ഖബർ ഭൂമിയിൽ നിന്ന് 1 ചാണിൽ കൂടുതൽ ഉയർത്താൻ പാടില്ല, ഖബറിന്റെ മേലെ അത് നിരപ്പാക്കി വെക്കണം. സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ കെട്ടിപ്പടുത്ത എല്ലാ ഖബറുകളും നോക്കിക്കോ, അതൊക്കെ കൂർപ്പിച്ച രൂപത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ സാധാരണ സുന്നിയാകണമെങ്കിൽ സുന്നത്തിന് എതിര് പ്രവർത്തിക്കുന്നതാണ് സുന്നി. സഹോദരങ്ങളെ, എന്താ അഹ്ലുസ് സുന്ന വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയേണ്ട ശൈഖ് ജീലാനി റഹിമഹുല്ലാഹ് അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന് നല്ലൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അദ്ദേഹം അഹ്ലുസ് സുന്നക്ക് നൽകിയ വിശദീകരണം അറിയോ? അസ്സുന്നത്തു, സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുന്നത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാക്കിയതാണ്. വൽ ജമാഅ, എന്താണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ? മത്തഫഖ അലൈഹി അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദീനിന്റെ ഒരു കാര്യത്തിൽ സഹാബികൾ ഏകോപിച്ച് പറഞ്ഞ ഒരു തീരുമാനമാണ് ജമാഅത്ത് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ കാര്യത്തിന് എവിടെയാണ് സുന്നത്തിൽ തെളിവുള്ളത്? എവിടെയാണ് ജമാഅത്തിൽ തെളിവുള്ളത്? ഒരൊറ്റ കിതാബിൽ നിന്ന് ഖബർ കെട്ടിപ്പടുക്കലുമായി ബന്ധപ്പെട്ട് ഷാഫി മദ്ഹബല്ല ഒരു മദ്ഹബിന്റെ ഗ്രന്ഥത്തിൽ നിന്നും ഖബർ കെട്ടിപ്പടുക്കാനുള്ള ഒരു തെളിവ് കിട്ടില്ല. സുന്നത്തിൽ നിന്നുമില്ല, ജമാഅത്തിൽ നിന്നുമില്ല. പിന്നെ ഇവിടെ എന്താണ്? അതാ ഞാൻ പറഞ്ഞു വന്നത്, ജൂദായിസം പേറുകയാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഹദീസുകളിലുണ്ട് ഈ ഖബർ കെട്ടിപ്പടുക്കുന്ന ചര്യ ആരാണ് ചരിത്രത്തിൽ ആദ്യമായി തുടങ്ങിയത്? അത് പരിശോധിച്ചു നോക്കിയാൽ ജൂതന്മാരാണ് ഇതിന്റെ പിന്നിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിക ലോകത്തേക്ക് പ്രത്യേകിച്ചും പണ്ഡിതന്മാരെ എത്രമാത്രം ജൂഡായിസം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ സന്ദർഭം നമ്മളെ തെളിയിക്കുന്നത്. മാനിയൂർ മുസ്ലിയാരുടെ മരണം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ കരുതിയിരിക്കണം, അല്ലെ? ഇവിടെ സമൂഹത്തിലെ ഒരുപാട് തിന്മകളെ കുറിച്ച് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ തൗഹീദുള്ള ആളുകൾ അതിശക്തമായി ദീനിനെതിരിൽ വരുന്ന കാര്യങ്ങൾക്ക് ആയിരിക്കണം നമ്മൾ ഊന്നൽ നൽകേണ്ടത്. ഇതിനെക്കുറിച്ച് പറയാൻ കൂടുതൽ ആളുകൾ ഉണ്ടാകുകയില്ല. സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിൽ മരിച്ചു പോകുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ നല്ലവരായ നാട്ടുകാരാണ്. അവരെ വിഷയത്തിൽ താക്കീത് നൽകുക. ഇവരിൽ നിന്ന്, ഈ മുസ്ലിയാക്കന്മാരിൽ നിന്ന് അവരെ നമുക്ക് പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിയാക്കന്മാരുടെ എല്ലാ ഫിത്നയിൽ നിന്നും ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാറ അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളെ, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ലോകത്തേക്ക് ബിംബാരാധന അതൊരു മഴയിൽ മുളച്ചു വന്നതല്ല.
യാദൃച്ഛികമായി ഉണ്ടായതല്ല. അതിന്റെ പിന്നിൽ ചില ചരിത്രങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹ് നബി അലൈഹിസ്സലാം അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 5 ആരാധ്യ പുരുഷന്മാരോടാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത്. ആ സന്ദർഭത്തിൽ ഈ 5 ആളുകളെ ഒഴിവാക്കാൻ നൂഹ് നബി അലൈഹിസ്സലാം നാട്ടുകാരോട് പറഞ്ഞു. പക്ഷെ ആ സന്ദർഭത്തിൽ ആ നാട്ടിലെ മുസ്ലിയാക്കന്മാർ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വാക്ക് നിങ്ങൾ കേൾക്കരുത് എന്ന് മാത്രമല്ല, അവർ ജനങ്ങളോട് പറഞ്ഞു, വഖാലു ലാ തദറുന്ന ആലിഹതകും, നൂഹിന്റെ വാക്ക് കേട്ട് നിങ്ങളെ ഇലാഹുകളെ നിങ്ങൾ ഒഴിവാക്കരുത്. ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര, ഈ 5 ആളുകളെ നൂഹിന്റെ വാക്ക് കേട്ട് നിങ്ങൾ ഒഴിവാക്കരുത് എന്നവിടെയുള്ള ആളുകൾ പറഞ്ഞതിനെ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുകയാണ്, ഹാദിഹി അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്, ഈ പറയുന്ന ആളുകളുണ്ടല്ലോ വദ്ദു സുവാഇ യഗൂസ് യഊഖ നസ്ർ എന്ന് പറയുന്ന ആളുകൾ അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്വാലിഹീങ്ങളായ ആളുകളാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഫലമ്മാ ഹലകു ഔഹ ശൈത്താൻ ഇലാ ഖൗമിഹിം അൻ ഇൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന അലൈഹാ, ഈ ഇവരുടെ മരണശേഷം ഈ 5 ആളുകൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിശാച് ആ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 5 ആളുകൾ ഇരുന്നിരുന്ന സ്ഥലത്ത് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി, അവരെ മറക്കാതിരിക്കാൻ അവരുടെ രൂപങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോകൾ സ്ഥാപിക്കണം. എന്നിട്ടോ വസമ്മൂഹാ ബിഅസ്മാഇഹി, ഈ 5 ആളുകൾക്ക് ഈ ഫോട്ടോയുടെ താഴെ പേരും ചേർക്കണം. ഇത് വദ്ദാണ്, യഹൂസാണ്, യൗഖാണ്, നസ്റാണ് എന്നുള്ള അർത്ഥത്തിൽ അവരുടെ പേര് കൂടി എഴുതി വെക്കണം എന്ന് പറഞ്ഞു. ഏതുപോലെ ഇന്നത്തെ മാനിയൂർ മുസ്ലിം മരിച്ചപ്പോ അവിടെ ഒരു ഖബറുണ്ടാക്കും, ഇന്നത്തെ ആളുകളോട് എഴുതി വെക്കും, അത് മഹാനായ വലിയ മാനിയൂർ മുസ്ലിയാരാണ് എന്ന്. അല്ലെ, ആളുകൾക്ക് അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ടാകാം, പ്രതികൂലിക്കുന്ന ആളുകൾ ഉണ്ടാകാം. 2 കൂട്ടരും ജീവിച്ചിരിക്കുമ്പോൾ ഇയാൾ ആരാണെന്ന് അറിയാം. അല്ലെ, തൗഹീദുള്ള ആളുകൾക്കറിയാം അയാൾ തൗഹീദില്ലാത്ത മനുഷ്യനാണ്, അയാൾ പിൻപറ്റപ്പെടേണ്ടവനല്ല എന്നുള്ള ആളുകൾക്കറിയാം. പക്ഷെ അതേപോലെ ഈ സാലിഹായ മനുഷ്യന്മാർ, സാലിഹികൾ മരിച്ചുപോയ സന്ദർഭത്തിൽ പിശാച് അന്നാട്ടാരോട് പറഞ്ഞു, ഇവരുടെ രൂപം സ്ഥാപിക്കണം, അവർക്ക് പേരുകൾ നൽകണം. ആളുകൾ അതുപോലെ പ്രവർത്തിച്ചു, പക്ഷെ അവർ ആരാധിക്കപ്പെട്ടില്ല. പിന്നീട് ഇബ്നു അബ്ബാസ് പറയാണ്, ഹത്താ ഹലക ഉലൈക, ആ ജനറേഷൻ, ആ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ മരിച്ചുപോയ സന്ദർഭത്തിൽ ചില റിവായത്തുകളിൽ ആ അറിവ് ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തിനാണോ ഇത് സ്ഥാപിച്ചത് ആ അറിവ് നഷ്ടപ്പെട്ടു. പിന്നീട് ഈ 5 വ്യക്തികൾ ആരാധ്യന്മാരായി മാറി. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി ബിംബാരാധന കടന്നു വരുന്നത്. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ഈ പറയുന്ന ഈ മാനിയൂർ മുസ്ലിയാർ അടക്കമുള്ള ഈ ഖബർ കെട്ടിപ്പടിക്കുക എന്നുള്ളത് നമ്മൾ ആവർത്തിച്ചു പറയുകയാണ്, അത് ജൂത ക്രൈസ്തവരുടെ പരിപാടിയാണ്, മുസ്ലിങ്ങളുടെ പരിപാടിയല്ല. കാരണം ഹദീസുകളിൽ കാണാം, ഉമ്മി സലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉമ്മി സലമത്ത് ذكرت لرسول الله صلى الله عليه وسلم كنيسة رأتها بأرض الحبشة. ഒരു സന്ദർഭത്തിൽ അഥവാ അബൂ സലമയോടൊപ്പം ആദ്യം ഹിജ്റ പോയ കൂട്ടത്തിൽ ഉമ്മി സലമ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ മക്കയിലെ പരീക്ഷണം കടുക്കുമ്പോ ഒരു പറ്റം സഹാബികളെ ഹബശയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചു. ആ ഹിജ്റ കഴിഞ്ഞ് തിരിച്ചെത്തി അബൂ സലമ മരണപ്പെട്ടു. പിന്നീട് ഉമ്മു സലമയെ അല്ലാഹുവിന്റെ റസൂൽ കല്യാണം കഴിച്ചു. ആ സന്ദർഭത്തിൽ അന്ന് ഹിജ്റ പോയ സന്ദർഭത്തിൽ ഹബശയിൽ കണ്ട ആ ഒരു കാര്യം ഉമ്മി സലമ അല്ലാഹുവിന്റെ റസൂലിനോട് ഉണർത്തുകയാണ്. എന്നിട്ട് നബിയെ അവിടെ കണ്ട ചില ചിത്രങ്ങളെ സംബന്ധിച്ച് നബിയോട് ഉമ്മി സലമ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മി സലമയോട് പറഞ്ഞു, ഉമ്മി സലമ فقال اذا مات فيهم الرجل الصالح او عبد صالح. ഉമ്മി സലമ ഈ ക്രൈസ്തവരുടെ ജൂതന്മാരുടെ അടുക്കൽ നിന്ന് ഏതെങ്കിലും ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചുപോയാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ആബിദായ മനുഷ്യൻ മരിച്ചുപോയാൽ
ബനൂ അലാ ഖബ്രിഹി മസ്ജിദ. ആ മനുഷ്യനെ മറവ് ചെയ്ത ആ ഖബർ അതൊരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു കേന്ദ്രമാക്കി അവരത് മാറ്റും. എന്നിട്ട് ഈ മരിച്ച മഹാന്റെ ഒരു ഫോട്ടോ അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഈ പ്രവൃത്തിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ പ്രശംസിച്ചിട്ടല്ല പറഞ്ഞത്, വിശ്വാസികൾ കേൾക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഉമ്മി സലമയോട് പറഞ്ഞു, ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. ഉമ്മി സലമ, ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മോശപ്പെട്ടവരാണ് എന്നാ നിങ്ങൾ കൂട്ടിക്കോ. ഈ ഖബർ കെട്ടിപ്പടുക്കുന്ന ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. എന്നിട്ട് ഈ ഹദീസിന്റെ ബാക്കി ഭാഗമായി ഉലമാക്കൾ പറഞ്ഞു, ഫഹഉലാ, ഈ കൂട്ടരുണ്ടല്ലോ ജൂത ക്രൈസ്തവർ, ജമഉ ബൈനൽ ഫിത്നതൈൻ, അവർ രണ്ട് പരീക്ഷണങ്ങളിലാണ് പെട്ടുപോയത്. ഒന്ന് ഫിത്നത്തുൽ ഖുബൂർ വ ഫിത്നത്തുൽ തമാഥീൽ. ഒന്ന് ഖബറുമായി ബന്ധപ്പെട്ട് ഖബറിനെ ഒരു ആരാധന കേന്ദ്രമാക്കുന്ന വിഷയത്തിലും, അതുപോലെ തന്നെ ഫോട്ടോകൾ സ്ഥാപിച്ച് അതിന് ഇബാദത്ത് ചെയ്യുന്ന രണ്ട് ഫിത്നകളിലാണ് ഈ ജൂത ക്രൈസ്തവർ പെട്ടുപോയത് എന്ന് സഹോദരങ്ങളെ ഉലമാക്കൾ പറയുക. കൂട്ടത്തിൽ ചോദിക്കട്ടെ, ഫലസ്തീനിൽ ജൂത ക്രൈസ്തവർ നമ്മുടെ പൊന്നുമക്കളെ കൊന്നൊടുക്കുന്നു, നമ്മുടെ സഹോദരിമാരെ കൊന്നൊടുക്കുന്നു, നമ്മുടെ ബാപ്പമാരെ ഉമ്മമാരെ കൊന്നൊടുക്കുന്നു അല്ലെ? ഇത് കാണുന്ന സന്ദർഭത്തിൽ വേദനിക്കാത്ത മുസ്ലിങ്ങളുണ്ടോ? അതുപോലെ തന്നെ ആ വിഷയത്തിൽ വികാരം കൊള്ളാത്ത മുസ്ലിങ്ങളുണ്ടോ? ആ വിഷയത്തിൽ നമ്മുടെ ഫലസ്തീൻ മക്കൾക്ക് അനുകൂലമായി ഫലസ്തീനികളെ കൊന്നൊടുക്കുന്ന ജൂതന്മാർക്കെതിരായി പ്രാർത്ഥിക്കാത്ത മുസ്ലിങ്ങളുണ്ടോ? എങ്കിൽ സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കട്ടെ, ജൂതന്റെ ആദർശം പേറി മുസ്ലിയാക്കൾ ജാർ നിർമ്മിക്കുന്നതിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ മനസ്സ് വേദനിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിനെതിൽ മുസ്ലിങ്ങൾക്ക് വികാരമുണ്ടാകുന്നില്ല? എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ടതുണ്ട്, ഫലസ്തീനിലെ മക്കളെ ജൂതന്മാർ കൊന്നൊടുക്കുന്നുണ്ട് എങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ സ്വർഗത്തിലാണ്. എങ്ങനെ? ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ, ഫലസ്തീനിലെ ജനതകളെ കൊന്നൊടുക്കുന്നുണ്ട് എങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ ശുഹദാക്കള. എങ്കിൽ ഈ ജൂതന്റെ ആദർശം പേറി ഈ ഖബർ കെട്ടിപ്പടുക്കി അവിടെ ആരാധനകൾ നടത്തി, അവരുടെ വിശ്വാസികളെ ആരാധനകൾ നടത്തിച്ച് മരിച്ചു പോകുന്ന മുസ്ലിയാക്കന്മാരും ഈ വിശ്വാസികളും എവിടെയാ? അവർ സ്വർഗത്തിലല്ല, അവർ നരകത്തിന്റെ അഗ്നികാരാണ്. കാരണം ഇത് ജൂദായിസമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ പ്രവൃത്തി എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ ശാപം കിട്ടുന്ന പ്രവൃത്തിയാണ്. കാരണം ഹദീസുകളിലുണ്ട്, ലമ്മാ നുസില ബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തഖത യത്റഹു ഖമീസത്തൻ ലഹു അലാ വജ്ഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പുതപ്പത്തിന്റെ മുഖത്തേക്ക് വലിച്ചിടും. എന്നിട്ട് ആയിഷ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന് പ്രയാസമാകുമ്പോൾ ആ പ്രവാചകന്റെ മുഖത്തിൽ നിന്ന് അവിടുത്തെ കൈകൾ കൊണ്ട് ആ പുതപ്പ് മാറ്റും. എന്നിട്ട് ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ ഈ സന്ദർഭത്തിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താ കാര്യമെന്നറിയേ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിക്കട്ടെ. ഇങ്ങനെ മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ ആവർത്തിച്ചു പറയുകയാണ്. ആവർത്തിച്ചു പറയുന്ന വാക്ക് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിക്കട്ടെ. കാരണം എന്നറിയോ? ഇത്തഖദൂ ഖുബൂറ അൻബിയാഇഹി മസാജിദ്. ഈ ശാപകോപത്തിന് അവർ കാരണമായി തീർന്നെന്നറിയോ? അവരുടെ അമ്പിയാക്കളുടെ ചില റിവായത്തുകളിൽ സാലിഹീഹിം, അവരുടെ സാലിഹീങ്ങളുടെ ഖബറിനെ അവർ ആരാധന കേന്ദ്രമാക്കി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യുഹദ്ദിറു മാ സനഉ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രവൃത്തി എന്റെ ഉമ്മത്ത് ചെയ്തതിൽ നിന്ന് അവരെ താക്കീത് നൽകുകയാണ്. യുഹദ്ദിറു, അവർ അല്ലാഹുവിന്റെ റസൂൽ താക്കീത് നൽകുകയാണ്. എന്നിട്ട് ആയിഷ പറയാണ് റളിയല്ലാഹു തആല അൻഹ, വലൗലാ ദാലിക,
وبني قبره غير أنه خشي أن يتخذ مسجدا. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്ങനെ? കാരണം അള്ളാഹുവിന്റെ റസൂലിന് തന്റെ പൂർവിക സമുദായം നശിപ്പിക്കപ്പെടാനുള്ള പല കാരണങ്ങളും കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഈ അറിവില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ജനങ്ങൾ കാണുന്ന രൂപത്തിൽ അത് ഒളിക്ക് ആക്കുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്. അതുപോലെ തന്നെ ജുൻദുബ് അബ്ദുല്ലയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറയാണ്, സമിഅ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബല അൻ യമൂത ബിഖംസിൻ, മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ജുൻദുബ് അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല പറയാണ്. അതിൽ ചില കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതിനുശേഷം പറയാണ്, അല, നിങ്ങൾ അറിയണം, ഇന്നമൻ കാന ഖബലകും, നിങ്ങളുടെ പൂർവികരുണ്ടല്ലോ, കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ്. സഹാബത്തെ, നിങ്ങൾ അറിയണം, നിങ്ങളുടെ പൂർവികരായ ആളുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂത ക്രൈസ്തവരാണ്. അവർ ചെയ്ത കാര്യം എന്തെന്നറിയോ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്. അവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അലാ, നിങ്ങൾ അറിയണം, ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, നിങ്ങൾ ഒരിക്കലും ഖബറിനെ ആരാധനാ കേന്ദ്രങ്ങളാക്കരുത്. അല്ലേ സഹോദരങ്ങളെ, ആളുകളുടെ ഭക്തി കാണെങ്കിൽ മഖബറയിൽ ചെല്ലണം. പള്ളിയിൽ കയറിയാൽ കരയാത്ത മനുഷ്യന്മാര് കരയുന്ന കാണെങ്കിൽ, ഞാൻ വെറുതെ പറയുന്നതല്ല, കരയുന്ന വിശ്വാസികൾ നിങ്ങൾക്ക് കാണണോ എങ്കിൽ മഖബറയിൽ ചെല്ലും. മാലിക് ബിൻ ദിനാറിന്റെ മഖബറയിൽ ചെന്നാല് അവിടെ കൈകളുയർത്തി കരയുന്ന ആണുങ്ങളെ കാണാം, കൈകളുയർത്തി കരയുന്ന പെണ്ണുങ്ങളെ കാണാം. അല്ലെ, കുട്ടികൾ അവിടെ കിടത്തി ഒഴുകുന്ന അമ്മമാരെ കാണാം നിങ്ങൾക്ക് മാലിക് ബിൻ ദിനാറിൽ ചെന്നാൽ. ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പള്ളിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് കരയാത്ത മനുഷ്യൻ ഖബറിൽ ചെന്ന് കരയുന്നത് കാണാൻ സാധിക്കും. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, നിങ്ങൾ ഒരിക്കലും ഖബറിനെ ആരാധനാ കേന്ദ്രങ്ങളാക്കരുത്. ഫഇന്നി അൻഹാകും അൻ ദാലിക്, അതിനെ തൊട്ട് ഞാൻ നിങ്ങളെ വിരോധിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഹദീസുകൾ, അതുപോലെ തന്നെ അയിമ്മത്തുകളുടെ നിരവധി ഇബാറത്തുകൾ ഈ വിഷയത്തിൽ സഹോദരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആവർത്തിച്ചു പറയട്ടെ, ഖബറുമായി ബന്ധപ്പെട്ട് ആരാധന നടത്തുന്ന ആളുകൾ അവരിനെ കെട്ടുകൊടുക്കുക, അതിന് ജാറം മൂടുക, അവിടെ ഉറൂസുകൾ സംഘടിപ്പിക്കുക, ഈ പരിപാടികളൊക്കെ തന്നെയും യഥാർത്ഥത്തിൽ ജൂത ക്രൈസ്തവർ ഈ ഉമ്മത്തിന് കൈമാറിയതാണ്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഒരു നിലക്കും അതിനോട് സഹകരിക്കാനോ അതിന്റെ ആളുകളായി മാറുവാനോ പാടുള്ളതല്ല. ഈ ഉമ്മത്തിന് അതിശക്തമായി താക്കി നൽകുക. ആവർത്തിച്ചു പറയട്ടെ, മാണിയൂർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഖബർ എന്ന് പറയുന്നത് ഈ ഉമ്മത്തികൾക്ക് വലിയ പരീക്ഷണമായി മാറാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇന്നു തന്നെ ഉമ്മത്തിന് അത് താക്കി നൽകിയിട്ടില്ല എങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിലേക്ക് അവർ ചോർത്തി പറയും. കാരണം പണ്ട് അവർ പറയും, നബിമാർ മരിച്ചാൽ മരിച്ചു കിടക്കുന്ന സ്ഥലത്താണ് അവർ മറവ് ചെയ്തിട്ടുള്ളത്. അതുപോലെയാണ് ഈ മാണിയൂർ മുസ്ലിയാരുടെ ഖബർ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ ഉമ്മത്തിൽ പ്രചരിപ്പിക്കപ്പെടും, ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടും. വരുന്ന ആളുകൾ പ്രവാചകന്റെ ഖബറിനെ കാണുന്നത് പോലെ കാണുന്ന അവസ്ഥ ആ മുസ്ലിയാരുടെ ഖബറിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് സമൂഹത്തിന് വളരെ ശക്തമായി താക്കി നൽകുക. ഈ വിഷയത്തിൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. കാരണം ഈ ഉമ്മത്തിന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അയിമ്മത്തുകളുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നേരായ വഴിയിൽ വഴി നടത്തേണ്ട മുസ്ലിയാക്കന്മാർ ഈ ഉമ്മത്തിനെ നരകത്തിന്റെ വഴിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന അതിദാരുണമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ശക്തമായി തടയിടാൻ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ അതിനെതിരെ ശക്തമായി സംസാരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസപരമായ എല്ലാ ഫിത്നകളിൽ നിന്നും ഈ മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുകൊടുത്ത് മാഫാക്കി പെരുമാറാകണമേ. ജീവിക്കുന്ന കാലം അത്രയും നിന്റെ ഇഷ്ടത്തിലും അല്ലാഹുവിന്റെ പൊരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നീ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. ربنا ظلمنا انفسنا
وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.